നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി ഇന്ദ്രേട്ടനും തമ്മിൽ വീണ്ടും പ്രശ്നമായില്ലേ? അതെപ്പോഴും ഉണ്ടാവുന്നതല്ലേ മോളെ. ആ സുശീലാന്റെ ജീവിച്ചിരിക്കുന്നവര് അനുചേച്ചിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ദയേ, നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ അച്ഛനെ കുറിച്ചാ ചേച്ചി. മക്കളെ കുറിച്ച് ഓർത്ത് ഉരുകാനാ എന്ന് നമ്മുടെ അച്ഛന്റെ യോഗം. എല്ലാം ശരിയാവും ദേ. അച്ഛനും മക്കളെ ഓർത്ത് സന്തോഷിക്കാനും അഭിമാനിക്കാനും കഴിയുന്ന ഒരു ദിവസം വരും. അതെ, ഡോക്ടർ ഇപ്പൊ വരും. കുറച്ച് സമയം ഒന്ന് പുറത്തു നിൽക്കൂ. ശരി സിസ്റ്റർ. മോളെ ദേ, ഞങ്ങൾ പോയിട്ട് നാളെ വരാം. എനിക്ക് എത്രയും വേഗം വീട്ടിൽ പോയിട്ട് നിന്നെ കണ്ട വിശേഷം അച്ഛനോട് പറയണം. ശരി ചേച്ചി, ഞാൻ അന്വേഷിച്ചെന്ന് കൂടി അച്ഛനോട് പറ. പോയിട്ട് വരാട്ടോ. നീ പോയി കാണാം. ശരി വിനേട്ട. ദയവൊക്കെ ഇനി കേസിൽ നിന്നുകൂടി ഒഴിവാക്കിയിട്ടേ രക്ഷപ്പെട്ടു. പിന്നെ അനുപമയും ഇന്ദ്രനും തമ്മിലുള്ള ഇഷ്യൂ തീർക്കാനും വേണമെങ്കിൽ എന്റെ കയ്യിൽ ഒരു തെളിവുണ്ട്. തെളിവോ? എന്ത് തെളിവ്? അന്ന് അനുപമ ഹർഷയെ അടിക്കുമ്പോ ഞാൻ പുറത്തുണ്ടായിരുന്നെന്ന് അറിയാലോ. ജനലിലൂടെ ആ രംഗം മുഴുവൻ ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ വയറ്റിലെ കുഞ്ഞിന് വേണ്ടിയാ പറയുന്നേ. ഇന്ദ്രനെ എനിക്ക് വേണം. എടി എന്താടി കാണിച്ചത്? അതുകൊണ്ട് എന്താ കാര്യം? അനുചേച്ചിയുടെ കൈ സുശീലാന്റിയുടെ മുഖത്ത് വീഴുന്നത് ആ വീഡിയോയിലും കാണില്ലേ? പക്ഷെ അല്പമെങ്കിലും ബോധമുള്ളവർക്ക് അത് കണ്ടാ മനസ്സിലാവും അനുപമ നിരപരാധിയാണ്.